ഇതിൽ വിജയുടെ ഭാഗത്ത് കുറേ വീഴ്ചകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആദ്യം എടുത്താൽ ഈ വിജയുടെ സംസ്ഥാന പര്യടനങ്ങൾ, അതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനം, ഇതുമായൊക്കെ ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നതാണ്. അതിലെ വലിയ ജനത്തിരക്ക് സംബന്ധിച്ച് വലിയ മുന്നറിയിപ്പുകളൊക്കെ വന്നതാണ്. ഒരു വേള കഴിഞ്ഞ ആഴ്ച മദ്രാസ് ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ TVKക്കെതിരെ ഒരു നിലപാടെടുത്തിരുന്നു. അതായത് ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ വലിയ ജനക്കൂട്ടം വരുന്നതിന് തിരക്ക് നിയന്ത്രിക്കാനാവാത്ത അവസ്ഥയെക്കുറിച്ചൊക്കെ മദ്രാസ് ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു. അതിനുശേഷം ഈ തിരക്ക് നിയന്ത്രിക്കുക, പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയുക, ഇതിനൊക്കെ എന്ത് ചെയ്യാനാകും എന്ന് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ തമിഴ്നാട് പോലീസിനോട് മദ്രാസ് ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തു. ഏതായാലും അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ വിജയുടെ സംസ്ഥാന പര്യടനവുമായി ബന്ധപ്പെട്ട് അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടി വല്ലാതെ വൈകുന്നത് ഈ തിരക്ക് വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട്. അതായത് ഇന്നലെ സമ്മേളനം നടന്ന ഇന്നലത്തെ പര്യടനം നാമക്കൽ, കരൂർ എന്നിവിടങ്ങളിലായിരുന്നു. ഇതിൽ കരൂര് ആയിരുന്നു ആദ്യത്തെ വേദി. ഇവിടേക്ക് വിജയ് എത്തിയപ്പോഴേക്കും ഏതാണ്ട് 7 മണിക്കൂർ വൈകിയിരുന്നു. അപ്പോൾ ഈ സമീപത്തുള്ള മറ്റിടങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ ആദ്യ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ വലിയൊരു ക്രൗഡ് അവിടെ രൂപപ്പെടുന്നു. ഈ പറഞ്ഞ 10,000 ആളുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത്, അല്ലെങ്കിൽ അങ്ങനെ കണക്ക് കൊടുത്തെടുത്ത് ഏതാണ്ട് 27,000-ഓളം ആളുകൾ അവിടേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ വലിയൊരു ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുന്നു. മറ്റൊരു കാര്യം, ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. സാധാരണ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ, റാലികളൊക്കെ നടത്തുമ്പോൾ അവരെ നിയന്ത്രിക്കാറുണ്ട്. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെ ഉള്ള ഒരു ലെയർ ഓഫ് ലീഡേഴ്സ് അവിടെ ഇല്ല എന്നുള്ളത് തീർത്തും അവർക്ക് ഈ സംഘടനാ സംവിധാനത്തെ വലിയ ദുർബലാവസ്ഥയിൽ ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അണികളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. പിന്നീട് വരുന്നതൊന്നും ഇങ്ങനെ ഒരു കേഡർ സ്വഭാവത്തിലുള്ള ആൾക്കൂട്ടമല്ല. ഇത് വരുന്നത് ആരാധകരാണ്, ആരാധകരുടെ കൂട്ടമാണ് അവിടേക്ക് ഒഴുകിയെത്തുന്നത്. അതുകൊണ്ട് അവരെ പറഞ്ഞു നിർത്തുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അവർ വരുന്നത് രാഷ്ട്രീയ നേതാവിനെ കാണാനല്ല, തങ്ങൾ റീലിൽ കണ്ട് കൈയടിച്ച് കൂക്കി വിളിച്ച് ആർത്ത് വിളിച്ച് നടന്നിരുന്ന ആ താരത്തെ കാണാനും കേൾക്കാനും വേണ്ടിയാണ് വരുന്നത്. വിജയ് അങ്ങനെ പൊതുവേദിയിൽ അധികം, ഈ രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് അധികം പൊതുവേദിയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ആളായിരുന്നില്ല. പ്രൊമോഷൻ പരിപാടികൾ വരെ വളരെ വിരളമായി തന്നെ വരുന്ന, സിനിമാ പ്രൊമോഷൻ പരിപാടിക്ക് വരെ വളരെ വിരളമായി വരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിജയ് ഈ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ആളുകളിൽ വല്ലാത്ത കൗതുകമുണ്ടാവും. ആളുകൾ അങ്ങനെ തടിച്ചുകൂടും. ഈ തടിച്ചുകൂടുന്ന ആൾക്കൂട്ടത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് സംബന്ധിച്ച് ഈ TVKക്ക് അല്ലെങ്കിൽ ഈ പാർട്ടിക്ക്, വിജയ്ക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഈ ആൾക്കൂട്ടം ഉണ്ടാകാനും വലിയ ദുരന്തത്തിലേക്ക്, സ്റ്റംപേഡിലേക്ക്, തിക്കും തിരക്കും ഉണ്ടാകാനുമൊക്കെ ഇടയാക്കി എന്നുള്ളത് ഒരു വശമാണ്. മറുവശത്ത് പോലീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, പോലീസ് ഈ വലിയ ആൾക്കൂട്ടത്തെ പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു മുന്നൊരുക്കം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് അവരുടെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആ രീതിയിലുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടാവുന്ന ഒരു വിഷയം അത് തന്നെയാണ്.